ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു മെഹന്തി ഡിസൈനാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ കൈൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ കർവ് വരുന്ന 2 ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ആദ്യത്തെ ലൈനൊന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ കട്ടി കൂടിയ ലൈനിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് ലൈൻസ് താഴോട്ട് വരച്ചു കൊടുക്കുക. സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. ഏകദേശം ഓരോ ഗ്യാപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് ലൈൻസ് വരച്ചെടുക്കുക. ഞാനിവിടെ സിഗ്സാഗ് മോഡൽ ലൈൻസാണ് വരച്ചെടുക്കുന്നത്. ഇങ്ങനെ താഴോട്ട് എല്ലാ ലൈൻസും വരച്ചെടുത്ത ശേഷം സൈഡിലോട്ടായിട്ടും ഇതുപോലെ തന്നെ സിഗ്സാഗ് വരുന്ന ലൈൻസ് വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോക്സായിട്ട് ഈ ഒരു സ്പേസിനുള്ളിൽ കിട്ടിയിട്ടുണ്ടാവും. അതിനുള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്ലെയിനായിട്ട് ഇടാണ് കേട്ടോ. ഇങ്ങനെ കംപ്ലീറ്റ് വരച്ചെടുത്ത ശേഷം ഈ ഒരു മുകൾ ഭാഗത്തെ ലൈനിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക. ഏതെങ്കിലും അറ്റത്തു നിന്ന് വരച്ച് തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് ആ സ്പൈറലിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഹംസ് വരച്ചെടുക്കുക. അതിനുശേഷം ഒരു ഹംസ് വരക്കാനുള്ള ഗ്യാപ്പിട്ട ശേഷം അടുത്തൊരു സ്പൈറൽ വരച്ചെടുത്തിട്ട് അതിന് മുകളിലും ഹംസ് വരച്ചെടുക്കുക. ഇങ്ങനെ ഈ ലൈൻസ് കംപ്ലീറ്റ് ഇതുപോലെ സ്പൈറൽസ് വരച്ച് അതിന് മുകളിലായിട്ട് ഹംസ് വരച്ച് ഫ്ലവേഴ്സ് ആക്കി എടുക്കുക. ഇങ്ങനെ ഈ ലൈന് ഫുള്ള് ഫ്ലവേഴ്സ് വരച്ചെടുത്ത ശേഷം ഈ ഫ്ലവേഴ്സിന് മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാ ഫ്ലവേഴ്സിൻ്റെ മുകളിലും ഇത്തിരി ഗ്യാപ്പിട്ട് ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം 2 ഫ്ലവേഴ്സ് തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് ആ ഒരു ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് ലീവ്സ് വരച്ചു കൊടുക്കുക. ഇങ്ങനെ 3 ലീവ്സ് വീതം എല്ലാ ഫ്ലവേഴ്സിന് ഇടയിൽ വരുന്ന ഗ്യാപ്പിലും വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഡിസൈനിൻ്റെ മുകളിലായിട്ട് ഒരിത്തിരി ഗ്യാപ്പിട്ട ശേഷം അടുത്തൊരു കർവ് വരുന്ന ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ലൈനിന് മുകളിൽ ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള ലൈന് നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ടികൂട്ടി വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഈ ലൈനിൻ്റെ തുടക്ക ഭാഗത്ത് ഇതുപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ലൈനൊന്ന് കട്ടികൂട്ടി വരച്ചു കൊടുക്കുക. അതിനുശേഷം മുകളിൽ വരുന്ന സ്പേസിൽ ഇതുപോലൊന്ന് ലൈൻസ് താഴോട്ടാക്കി വരച്ചു കൊടുക്കുക. പ്ലെയിൻ ലൈനോ അല്ലെങ്കിൽ സിഗ്സാഗ് വരുന്ന ലൈൻസോ വരച്ചു കൊടുക്കുക. എന്നിട്ട് തള്ളവിരലിൽ തുടങ്ങുന്ന ഭാഗത്ത് ഇതുപോലൊന്ന് ലൈൻ വരച്ച് കട്ടികൂട്ടി വരച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന എല്ലാ സ്പേസിലും ഇതുപോലെ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ബാക്കി വരുന്ന ഫിംഗേഴ്സിലും ഇതുപോലെ തന്നെ കട്ടി കൂടിയ ഒരു ലൈൻ വരച്ച് അതിനുള്ളിൽ ഫില്ല് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാ ലൈൻസും കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം സൈഡിലോട്ടും ഇതുപോലെ തന്നെ ലൈൻസ് വരച്ചു കൊടുക്കുക. ഇങ്ങനെ നേരത്തെ വരച്ചെടുത്ത പോലെ തന്നെ കംപ്ലീറ്റ് കോളങ്ങളാക്കി എല്ലാ ലൈൻസും തമ്മിൽ വരച്ചെടുക്കുക. പിന്നെ
വീഡിയോസൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൊന്ന് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ഒത്തിരി തിരക്കുകൾക്കിടയിലും ഇത്തിരി സമയം കണ്ടെത്തി ഇറക്കുമ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ കൂടുതൽ ഡിസൈൻസ് വരച്ച് നോക്കാനുള്ള ഇൻട്രസ്റ്റും ഉണ്ടാവും. അപ്പോൾ കമൻസിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ഇങ്ങനെ എല്ലാ ലൈൻസും വരച്ചെടുത്ത ശേഷം ഈ ഓരോ ലൈൻസിൻ്റെ ജോയിൻസിലും ഇതുപോലെ 4 സൈഡിലും ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു ഡിസൈനിൻ്റെ ഉള്ളിൽ മുഴുവൻ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി ഡോട്ട്സിന് പകരം കുഞ്ഞു സ്പൈറൽസോ അല്ലെങ്കിൽ ലീവ്സോ അങ്ങനെ മറ്റേതെങ്കിലും എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും വരച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എല്ലാ കോളങ്ങളും കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഈ തള്ളവിരലിന് മുകളിൽ നേരത്തെ കട്ടി കൂടി വരച്ച ലൈനിന് മുകളിലായിട്ട് ഇതുപോലെ ഓരോ ലൈൻ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കി വരുന്ന ഫിംഗേഴ്സിലും ഓരോ ലൈൻ വീതം വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ലൈനിന് മുകളിലായിട്ട് ഒരു സ്പൈറൽ വരച്ചെടുത്ത ശേഷം അതിന് മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുക. ഇങ്ങനെ ഒരു ഫ്ലവറിന് മുകളിൽ അടുത്തൊരു സ്പൈറൽ വരച്ച് അതിന് മുകളിൽ ഹംസ് വരച്ച് അങ്ങനെ ഫ്ലവേഴ്സ് മുകളിലായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിലുള്ള ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മുകളിൽ വരുന്ന ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് ലീവ്സ് വരച്ചെടുക്കുക. ലീവ്സിൻ്റെ എണ്ണം കുറച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് കൊടുക്കുക, കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 5 ലീവ്സ് വീതം വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഫിംഗറിൽ ഡിസൈൻ വരച്ചെടുക്കുമ്പോൾ ലൈൻസ് ഒന്ന് ഇത്തിരി ചെരിച്ചിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. നേരത്തെ താഴെ വരച്ചെടുത്ത കർവ് വരുന്ന ലൈനിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ലൈൻസ് വരച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം അതിന് മുകളിലായിട്ട് സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഹംസ് വെച്ച് ഫ്ലവേഴ്സ് വരച്ചെടുക്കുക. എന്നിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്ത ശേഷം ലീവ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.